അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ വെക്കേഷനൊക്കെ ആയിട്ട് ചുമ്മാ വീട്ടിൽ ഇരുന്നാൽ പോരല്ലോ, എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ പോകണ്ടേ. നമ്മളെ കൊല്ലത്തെ മൈതാനം എന്ന് പറഞ്ഞാൽ ഫെസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമല്ലേ. നമുക്ക് ഓരോ ഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ടൈറ്റാനിക് ഫിലിം കാണുന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള അതേ സിനിമയിൽ കാണുന്ന അതേ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, അല്ലെ അതേ ആൾക്കാരുടെ ഫോട്ടോസിൻ്റെ കട്ടൗട്ട്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ പ്രത്യേക ഫീലായിരുന്നു. ആ സിനിമയ്ക്കകത്ത് കാണുന്ന അതേ പ്ലേസിൽ നമ്മൾ നിൽക്കുന്ന പോലെയൊക്കെ ആയിരുന്നു. അതേ ഇൻറ്റീരിയർ വർക്ക്സ് ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമായിട്ട് തോന്നിയത് ഇതുകൊണ്ട് അതേപോലെ തന്നെ, അതാണെന്ന് ഞാൻ പറയുന്നില്ല, അതേപോലെ ഇരിക്കുന്ന റോസിൻ്റെ കഴുത്തിൽ കിടന്ന മാല എനിക്ക് ഭയങ്കരമായിട്ട് ക്രഷ് അടിച്ചു ഗൈസ്. ആ മാല കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഓരോ കട്ടൗട്ടിൽ, അതായത് ടൈറ്റാനിക് ഫിലിമിലെ ഓരോ ക്യാരക്ടേഴ്സിനെ കാണുമ്പോഴത്തേന് ജീവനുള്ള കണക്കൊക്കെ ഒരു സെക്കൻഡ് നമുക്ക് തോന്നിപ്പോകും. കാരണം അത്ര ഒറിജിനാലിറ്റിയിലാണ് ഫോട്ടോസ് ആണെങ്കിൽ പോലും അവിടെ ഉള്ളത്. പിന്നെ അവിടെ ഒരു കണ്ണാടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ മുഖം സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം പിന്നെ വീണ്ടും കാഴ്ചകളൊക്കെ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈറ്റാനിക് ഫിലിമിൻ്റെ മൊത്തവും രീതിയിലുള്ള എല്ലാം ആ ഒരു സെറ്റിൻ്റെ അകത്തുണ്ടായിരുന്നു. ഒന്നുപോലും മാറ്റിയിട്ടില്ലായിരുന്നു, അതേ കണക്ക് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുറേ ക്രിസ്മസ് തീമിലായിട്ടുള്ള കുറേ കാര്യങ്ങളും കുറേ ഫോട്ടോസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ടൈറ്റാനിക് ഫിലിമിനെ പോലെ ഇരിക്കുന്ന അതേ രീതിയിലുള്ളൊരു ആർക്കിടെക്ചർ വർക്ക് ഒരു കപ്പൽ അവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തന്നെ ഇതേ കണക്ക് അവിടെ പോയി നിന്ന് ചുമ്മാ ഫോട്ടോയൊക്കെ എടുത്ത് ഷോയൊക്കെ കാണിക്കാനായിട്ട് പറ്റുമായിരുന്നു. നമുക്കത് എല്ലാം ഒരു കട്ടൗട്ട് ആണെങ്കിൽ പോലും എല്ലാം നമ്മുടെ കണ്ണിൻ്റെ ഇതിൽ കാഴ്ചയിൽ ഒറിജിനാലിറ്റിയിൽ ആണ് എല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. പിന്നീട് അവിടുന്ന് പിന്നെ ഫിലിമിൻ്റെ അത് ജാക്കിനെ ലോക്ക് ചെയ്ത് വെച്ച സമയത്ത് നമ്മൾ റോസ് ഒരു ആക്സൊക്കെ വെച്ച് അടിച്ച് പൊട്ടിക്കത്തില്ലേ അവൻ്റെ ലോക്ക്, അതേപോലെയുള്ള ആക്സൊക്കെ ഒരു കണ്ണാടിക്കൂടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഉപയോഗിച്ച ഗിറ്റേഴ്സ്, പിന്നെ അന്നത്തെ ഉള്ള ഓഫീസേഴ്സിൻ്റെ ഫോട്ടോസ്, അങ്ങനെ അവരുപയോഗിച്ച റാന്തൽ എല്ലാം അങ്ങനെ ഒരു പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന രീതിയിലുണ്ടായിരുന്നു. പിന്നെ ഒരു ബോട്ടിൻ്റെ മോഡൽസും പിന്നെ കുറേ ഫോട്ടോസ്, ഗിറ്റാർസ്, അങ്ങനെ എല്ലാം ഒരു എന്താ പറയുക, നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. തീം കിട്ടാൻ വേണ്ടിയിട്ട് അവരിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല 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 ഫോട്ടോസായിരുന്നു ആ ഒരു നമ്മളെ ഫെസ്റ്റ് മൊത്തത്തിൽ. പിന്നെ അതിന് ശേഷം ഗുണാക്കയും ഉണ്ടായിരുന്നു. ഗുണ കേവിൻ്റെ ഉള്ളിനകത്തുള്ള ആ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ ഒരു കേവിൻ്റെ അകത്ത് കയറുമ്പോഴത്തേനും ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു സ്ട്രക്ചറൽ വർക്ക്സ് ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, നമുക്കൊന്നും അങ്ങനെ തോന്നിയില്ല. എങ്കിൽ പോലും അതേ രീതിയിലൊക്കെ കാണുമ്പോഴത്തേന് ഒരു പ്രത്യേക വൈബായിരുന്നു. പിന്നെ നേരെ സ്റ്റോൾസിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ പുസ്തകത്തിൻ്റെ ഏരിയയിലേക്കാണ് ഞാൻ പോയത്. എൻ്റെ ഒരു ഫ്രണ്ടിന് ബുക്ക് വാങ്ങിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഏകദേശം എല്ലാ ബുക്കും അവനൊരു പുസ്തകപ്രിയനായതുകൊണ്ട് വായിച്ചിട്ടുണ്ടാവണം എന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. അതിനുശേഷം അത് ഞാൻ വിട്ടിട്ട് നേരെ അടുത്തടുത്ത സ്റ്റോറിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, എന്ത് ഫെസ്റ്റ് വന്നാലും അവിടെ ഫുള്ള് സ്റ്റോൾസ് ആയിരിക്കും. പിന്നെ എനിക്ക് ഫെയർവെല്ലൊക്കെ ആയതുകൊണ്ട് തന്നെ കമ്മൽ വാങ്ങിക്കണം. ഞാൻ അവിടെ നിന്ന് തന്നെയാണ് കമ്മൽ വാങ്ങിച്ചത്. പിന്നെ അതിന് ശേഷം നേരെ കുറേ സ്റ്റോൾസ് എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും വാങ്ങിച്ചൊന്നുമില്ല, എങ്കിൽ പോലും എല്ലാം കണ്ടും കേട്ടും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊരു റിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ടോയ്സിലോട്ടൊക്കെ പോയി. പിന്നെ എനിക്കങ്ങനെ പണ്ടേ ടോയ്സിനോടൊരു ഹരമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ക്യൂട്ട്നെസ് വാരി തരാൻ പോയില്ല. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ വേറെ ഓരോരോ കടകളിൽ പോയി. അവിടെ പോയിട്ടൊക്കെ ഓരോന്ന് അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് എൻക്വയറൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ പോകുന്നു. പിന്നെ മിഠായിയുടെ പഴയകാല മിഠായികളൊക്കെ ഇഷ്ടംപോലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് പിന്നെ ഈ ഒരു സെക്ഷൻ വന്ന പോലെ ഏതെടുത്താലും 10 രൂപ. പണ്ടേയില്ല ഉത്സവപ്പറമ്പിൽ 10 രൂപയെന്ന് പറയുമ്പോൾ എല്ലാം വാരി വലിച്ച് എടുക്കുന്ന കണക്ക് തന്നെ ഇവിടെയും ഞാൻ ഓരോന്നൊക്കെ ഒരു കൊട്ടയൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം പോലും എടുത്തില്ല, എനിക്ക് അത്ര ക്വാളിറ്റി തോന്നിയില്ലായിരുന്നു. പിന്നെ നേരെ ഫുഡ് അടിയിലോട്ട് വന്നു. വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, എങ്കിൽ പോലും നമ്മളെല്ലാ വട്ടവും ഇങ്ങനെ ഫെസ്റ്റൊക്കെ വരുമ്പോൾ പാവ് ബജി ആയിരുന്നു കഴിക്കാറുള്ളത്. എന്നാൽ ഈ വട്ടം ഒന്ന് മാറ്റി പിടിച്ച് ചിക്കൻ നൂഡിൽസിലേക്ക് ചിക്കൻ അല്ലായിരുന്നു, എഗ്ഗ് നൂഡിൽസിലേക്ക് നമ്മളൊന്ന് കടന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ നൂഡിൽസൊക്കെ പുറത്തുനിന്ന് ട്രൈ ചെയ്യുന്നത്. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല
ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതും കഴിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം നേരെ അടുത്ത നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ട കുറേ ആക്ടിവിറ്റീസ് ആൻഡ് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലിയായിട്ട് കളിക്കാൻ പറ്റിയ പല പല ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിലോട്ടൊന്നും പോയില്ല, കാരണം തോറ്റു പോകുന്ന മുമ്പേ ഒക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നേരെ നമ്മൾ ഓരോരോ സെക്ഷനിലേക്ക് പോകുമായിരുന്നു. പിന്നെ അവിടെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജയൻറ്റ് വീലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കയറാൻ പേടിയായതുകൊണ്ട് അതിലൊന്നും കയറിയില്ല. നേരെ നമ്മൾ പരിപാടി നടക്കുന്ന സ്ഥലത്തിലേക്ക് വന്ന് അവിടെ പിള്ളേരെ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ലൈവ് പ്രോഗ്രാമായിരുന്നു. പിന്നെ അത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ച് നല്ല അടിപൊളിയായിട്ടായിരുന്നു ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇത്ര ധൈര്യം ഉണ്ടായിരുന്നു, ഞാൻ ആരായിരുന്നു അതൊക്കെ ആലോചിച്ച് അവിടെയൊക്കെ നിന്ന് നമ്മൾ ഫെസ്റ്റെല്ലാം വിജയകരമായി കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നു. ഇത് വരുന്നത് കൊല്ലത്ത് ആശ്രാമം മൈതാനത്താണ്. വൈകിട്ട് 4 മണി തൊട്ടാണ് ടൈം. 100 രൂപയാണ് ടിക്കറ്റ്. അത് പറ്റുന്നവരെല്ലാം പോയി കാണാൻ, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്.